നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സാമൂഹ്യബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനായി പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ച് ദുബായ് കിരീടാവകാശി. മൈ ദുബായ് കമ്മ്യൂണിറ്റീസ് എന്ന പേരിലാണ് പുതിയ പദ്ധതി. മാസപ്പടി കേസിൽ വീണ വിജയന് പ്രതിരോധം തീർത്ത് CPM. വീണയെ പ്രതിയാക്കിയുള്ള SFIO കുറ്റപത്രം രാഷ്ട്രീയ അജണ്ടയെന്ന് നേതാക്കൾ. വീണയ്ക്ക് പിന്തുണ നൽകുന്നതിൽ ദേശീയ നേതാക്കൾക്കിടയിൽ രണ്ടഭിപ്രായം. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ വിചാരണ നടപടികൾ വേഗത്തിലാക്കി SFIO. വഖഫ് നിയമ ഭേദഗതി ബിൽ സാമൂഹിക സാമ്പത്തിക നീതി, സുതാര്യത എന്നിവ ഉറപ്പാക്കുന്നതിന് നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകി കോൺഗ്രസ്. വിപ്പുണ്ടായിട്ടും പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എത്താതിരുന്നത് കളങ്കമെന്ന് സുപ്രഭാതം മുഖപ്രസംഗം. മുനമ്പം സമരത്തിൽ പങ്കെടുത്ത 50 പേർ BJPയിൽ. കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ദിവസമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കോഴിക്കോട്, ചെന്നൈ ഓഫീസുകളിൽ വ്യാപക റെയ്ഡ്. പരിശോധന PMLA ഫെമ ചട്ടലംഘനങ്ങളിലെന്ന് ED. എമ്പുരാൻ സിനിമയോടുള്ള പ്രതികാരമെന്ന് LDFും UDFും. ആശാവർക്കർമാരുടെ സമരത്തെ വീണ്ടും തള്ളി CPM. സമരം രാഷ്ട്രീയ മുതലെടുപ്പിനെന്ന് പാർട്ടി കോൺഗ്രസിൽ. ആന്ധ്ര പ്രതിനിധികളുടെ വിമർശനത്തിന് മറുപടി. ചർച്ചയ്ക്ക് തയ്യാറെന്ന് ആശമാർ അറിയിച്ചിട്ടും പ്രതികരിക്കാതെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ്. സർക്കാരിന്റെ വിഷുക്കൈനീട്ടമായി 1 ഗഡു ക്ഷേമ പെൻഷൻ അടുത്തയാഴ്ച. വിശദമായി നോക്കാം. സാമൂഹ്യ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനായി പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ച് ദുബായ് കിരീടാവകാശി. മൈ ദുബായ് കമ്മ്യൂണിറ്റീസ് എന്ന പേരിലാണ് പുതിയ പദ്ധതി. UAE ആചരിക്കുന്ന 2025 സമൂഹ വർഷാചരണത്തിന്റെ കൂടി ഭാഗമായാണ് പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പ്രഖ്യാപിച്ചത്. ലോകത്തിലെ മിക്ക രാജ്യങ്ങളിൽ നിന്നുമുള്ളവർ സന്ദർശിക്കുകയും താമസിക്കുകയും ചെയ്യുന്ന ദുബായിലെ ജനങ്ങൾക്കിടയിലുള്ള സാമൂഹ്യ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൈ ദുബായ് കമ്മ്യൂണിറ്റീസ് എന്ന പേരിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചത്. ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത്. മൈ ദുബായ് കമ്മ്യൂണിറ്റീസ്.com എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് ഇതിൽ പ്രവേശിക്കാം. നെറ്റ്വർക്കിംഗ്, വെൽനസ്, കലാസാംസ്കാരിക മേഖലകൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ താൽപ്പര്യമുള്ളവർക്ക് പരസ്പരം ബന്ധപ്പെടാൻ ഇതിലൂടെ സാധിക്കും. പൊതുജനങ്ങൾക്കിടയിൽ സഹിഷ്ണുതയും സമാധാനപരമായ സഹവർത്തിത്വവും വളർത്തിയെടുക്കുക, താമസിക്കാനും സന്ദർശിക്കാനും തൊഴിലെടുക്കാനും അഭികാമ്യമായ ഒരു സ്ഥലമെന്ന നിലയിലുള്ള ദുബായിയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുക എന്നിവയാണ് മൈ ദുബായ് കമ്മ്യൂണിറ്റികളുടെ ലക്ഷ്യം. ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ വഴിയും മൈ ദുബായ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാം. സമാന താൽപ്പര്യങ്ങൾ ഉള്ളവരുടെ ഒത്തുചേരലുകൾ, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവയെക്കുറിച്ചൊക്കെ അറിയാനും സംഘടിപ്പിക്കാനും മൈ ദുബായ് കമ്മ്യൂണിറ്റീസ് അവസരമൊരുക്കും. അമൃത ന്യൂസ്, ദുബായ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ SFIO നടപടിയെ രാഷ്ട്രീയമായി നേരിടാൻ CPM തീരുമാനം. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് CPMനെ കളങ്കപ്പെടുത്താനും മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനുമുള്ള രാഷ്ട്രീയ നീക്കമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും കേന്ദ്ര നേതാക്കളും സംസ്ഥാനത്തെ നേതാക്കളുമെല്ലാം സമാന നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ SFIO നടപടി ഉണ്ടായത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്നാണ് CPM നിലപാട്. ഹൈക്കോടതി ജഡ്ജിയെ മാറ്റിയതിലടക്കം CPM ഗൂഢാലോചന ആരോപിക്കുന്നു. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാരോ മുഖ്യമന്ത്രിയോ ഒരു തരത്തിലും ഇടപെട്ടില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഒരു സഹായവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കോടതിയുടെ പരാമർശത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതിനെതിരായ നിലപാടാണ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള പ്രതിപക്ഷ ആവശ്യത്തെയും സംസ്ഥാന സെക്രട്ടറി വിമർശിച്ചു. എന്നിട്ട് അതിന്റെ മേലെ രാജിവെക്കണമെന്നുള്ള മുദ്രാവാക്യം കൂടി വെക്കാൻ ഉളുപ്പില്ലാതെ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത്. സമാന നിലപാട് തന്നെയാണ് മറ്റ് നേതാക്കളും പങ്കുവച്ചത്. പാർട്ടി കോൺഗ്രസിന്റെ സമയത്ത് തന്നെ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത്. ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്.
ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ്. അതിനകത്ത് പാർട്ടി ഗവൺമെൻറ് അവരുടെ സമീപനത്തെ സംബന്ധിച്ച് കോടതികളുടെ വിധിപ്പകർപ്പുകൾ നമ്മുടെ മുൻപിലെല്ലാം ലഭ്യമാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് മന്ത്രി KN ബാലഗോപാൽ കുറ്റപ്പെടുത്തി. ഒരു വർഷമാണ് ഈ തെരഞ്ഞെടുപ്പിനുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ട്, അസംബ്ലി തെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ അതിന് രാഷ്ട്രീയ പശ്ചാത്തലം ഒരുക്കാൻ വേണ്ടി നിരന്തരമായി ഇത്തരം ഗൂഢാലോചനയും ഇത്തരം നിലപാടുകളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയമില്ല. SFI അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന വിഷയമുയർത്തി പ്രചാരണം ശക്തമാക്കാനാണ് CPMന്റെ തീരുമാനം. ഇതിനു പുറമെ സമാനമായ രീതിയിൽ പണം വാങ്ങിയ കോൺഗ്രസ് നേതാക്കളുടെ പങ്ക് സംബന്ധിച്ച് അന്വേഷണം വേണമെന്നും അവർ ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, മധുര. മാസപ്പടി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ വീണ വിജയനെ വിചാരണ ചെയ്യാനുള്ള നടപടികൾ വേഗത്തിലാക്കി SFIO. പ്രതിപട്ടികയിലുള്ളവർക്ക് ഉടൻ സമൻസ് അയക്കും. ഇതിനിടെ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ കോടതിയെ സമീപിച്ചേക്കും. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികളുടെ അറസ്റ്റും തുടരന്വേഷണവുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുന്നോട്ട് പോകാം. രാഷ്ട്രീയ പ്രാധാന്യമേറെയുള്ളതിനാൽ കരുതലോടെ നീങ്ങാനാണ് SFIOയുടെ നീക്കവും. വീണയെ കൂടാതെ CMRLലെ മറ്റുദ്യോഗസ്ഥർക്കും വിചാരണ നടപടികൾക്കായി ഉടൻ സമൻസ് അയക്കും. നിലവിൽ കുറ്റപത്രം റദ്ദാക്കാൻ പ്രതികൾക്ക് കോടതിയെ സമീപിക്കാം. പണം വായ്പയായി വാങ്ങിയെന്ന വാദമാണ് ഇവർ ഉന്നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുകയും വേണം. ആദായ നികുതി വകുപ്പ് തുടക്കത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വീണയുടെ കമ്പനിയായ എക്സാലോജിക് 1.72 കോടി രൂപ വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിരുന്നു. എന്നാൽ പിന്നാലെ അന്വേഷണം ഏറ്റെടുത്ത SFIO CMRL ഉദ്യോഗസ്ഥരിൽ നിന്ന് ശേഖരിച്ച മൊഴിയിലൂടെ തന്നെ ചെയ്യാത്ത സേവനത്തിനായി വീണ 2.70 കോടി രൂപ വാങ്ങിയെന്ന് തെളിഞ്ഞു. നൽകിയ സേവനത്തിനാണ് പണം വാങ്ങിയതെന്ന് പറഞ്ഞ വീണയ്ക്ക് പക്ഷേ SFIO അന്വേഷണത്തിൽ തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ സാധിച്ചില്ല. CMRLനും കടുത്ത കുരുക്കാണ്. കമ്പനികാര്യ ചട്ടം 447 പ്രകാരം കുറ്റം തെളിഞ്ഞാൽ CMRL ഉദ്യോഗസ്ഥർക്ക് തടവിന് പുറമെ വാങ്ങിയ തുകയുടെ 3 ഇരട്ടി പിഴ ഒടുക്കേണ്ടി വരും. വൻ ബാധ്യതയിലേക്കാകും ഇത് CMRLനെ തള്ളിവിടുക. അതേസമയം SFIOയുടെ അന്വേഷണം പണം കൈപ്പറ്റിയിട്ടുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കളിലേക്കും കൂടുതൽ സ്ഥാപനങ്ങളിലേക്കും കൂടി നീട്ടിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വീണ വിജയനെതിരായ SFIO നടപടി മുഖ്യമന്ത്രിയെ തകർക്കാനുള്ള ശ്രമമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. കുടുംബത്തെ വേട്ടയാടുക വഴി മുഖ്യമന്ത്രിയാണ് ലക്ഷ്യം വെക്കുന്നത്. മുഖ്യമന്ത്രിയുടെ രാജി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വേണ്ടതെന്നും 3ാം തവണയും LDF അധികാരത്തിൽ വരുമെന്നും TP രാമകൃഷ്ണൻ. മാസപ്പടി കേസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മകൾ വീണയുടെ അക്കൗണ്ടിൽ തെറ്റായ രീതിയിൽ പണം വന്നതിന് തെളിവുണ്ട്. നടന്നത് തട്ടിപ്പ് മാത്രമല്ല, കള്ളപ്പണം വെളുപ്പിക്കൽ കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. മാസപ്പടി കേസിൽ വീണ വിജയന് പിന്തുണ നൽകുന്നതിൽ ദേശീയ നേതാക്കൾക്കിടയിൽ 2 അഭിപ്രായം. കേസിനെ രാഷ്ട്രീയമായി നിയമപരമായി നേരിടുമെന്ന് പ്രകാശ് കാരാട്ട്. എന്നാൽ നിയമപരമായി നേരിടേണ്ടത് കേസിൽ ഉൾപ്പെട്ടവരാണെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം വ്യക്തമാക്കിയത്. എക്സാലോജിക് CMRL ഇടപാടിലെ കേസിൽ മുഖ്യമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ നൽകുമ്പോഴും വീണ വിജയന്റെ കാര്യത്തിൽ മറ്റൊരു അഭിപ്രായം പാർട്ടിയിൽ ഉയരുന്നുണ്ട്. പാർട്ടിയിലെ മുതിർന്ന നേതാവ് മുഹമ്മദ് സലീമിന്റെ വാക്കുകളിൽ അതുണ്ട്. വീണ വിജയനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളെ കണ്ട CPM കേന്ദ്ര സംസ്ഥാന നേതാക്കളെല്ലാം ഒറ്റ സ്വരത്തിൽ പിന്തുണ വ്യക്തമാക്കി. SFIO നടപടിയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നായിരുന്നു പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് രാവിലെ വ്യക്തമാക്കിയത്. If they think they can target the chief minister by doing such things against his family members, we are prepared to face it, and I'm sure this will be fought politically and legally. എന്നാൽ സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങൾ വിശദീകരിക്കാനായി മാധ്യമങ്ങളെ കണ്ട പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണുണ്ടായത്. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പാർട്ടി അതിൽ കക്ഷിയല്ല എന്നായിരുന്നു മുതിർന്ന നേതാവിന്റെ മറുപടി. രാഷ്ട്രീയമായി സംരക്ഷണം ഒരുക്കുക പിണറായിക്കാണ് എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. The party concerned will take their position and will fight that. If those who are now being investigated against, they have to seek the legal recourse, and they are capable of doing that. കോടിയേരി ബാലകൃഷ്ണന്റെ മകനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തരത്തിലുള്ള പിന്തുണയും പാർട്ടി അവർക്ക് നൽകിയില്ല. കേസിന്റെ വഴിക്ക് പോകുമെന്നും അതുമായി ബന്ധപ്പെട്ടവർ നേരിടട്ടെ എന്നുമായിരുന്നു അന്നത്തെ പാർട്ടി നിലപാട്. എന്നാൽ പിണറായി വിജയന്റെ മകളുടെ കാര്യം വന്നപ്പോൾ പൂർണ്ണ സംരക്ഷണം ഒരുക്കുന്നതിൽ വലിയ ആക്ഷേപവുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര നേതൃത്വത്തിലെ 2 നേതാക്കളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അമൃത ന്യൂസ്, മധുര.
വഖഫ് നിയമ ഭേദഗതി ബിൽ പാസ്സായത് നിർണായക നടപടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമൂഹിക നീതി, സുതാര്യത, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം എന്നിവയ്ക്ക് ശക്തി പകരുമെന്നും മോദി പറഞ്ഞു. രാജ്യസഭ പാസ്സാക്കിയ വഖഫ് ബിൽ രാഷ്ട്രപതി അംഗീകരിക്കുന്നതോടെ നിയമമാകും. അതേസമയം ബില്ലിനെ എതിർത്ത് സുപ്രീം കോടതിയിൽ കോൺഗ്രസ് ഹർജി സമർപ്പിച്ചു. Honorable members, subject to correction, ayes 128. Noes 95. Abstention 0. The bill is passed. 12 മണിക്കൂറിലധികം നീണ്ട ചൂടേറിയ ചർച്ചയ്ക്കൊടുവിലാണ് ഇന്ന് പുലർച്ചെ 2:30 വഖഫ് ബിൽ രാജ്യസഭ പാസാക്കിയത്. 128 അംഗങ്ങൾ അനുകൂലിച്ചും 95 അംഗങ്ങൾ എതിർത്തും വോട്ട് രേഖപ്പെടുത്തി. ഇനി രാഷ്ട്രപതി അംഗീകരിക്കുന്നതോടെ ഇരു സഭകളും പാസാക്കിയ ബിൽ നിയമമാകും. അതേസമയം വഖഫ് ബിൽ സാമൂഹിക സാമ്പത്തിക നീതി, സുതാര്യത എന്നിവ ഉറപ്പാക്കുന്നതിന് നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമമായ എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. ഏറെക്കാലമായി പിന്നാക്കം നിൽക്കുന്നവരെ ബിൽ സഹായിക്കും. പാർലമെന്ററി കമ്മിറ്റി ചർച്ചകളിൽ പങ്കെടുത്ത് നിയമനിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിന് സംഭാവനകൾ നൽകിയ എല്ലാ പാർലമെന്റ് അംഗങ്ങൾക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. എന്നാൽ പാർലമെന്റ് പാസാക്കിയ വഖഫ് ബില്ലിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ബീഹാറിൽ നിന്നുള്ള കോൺഗ്രസ് MP മുഹമ്മദ് ജാവേദാണ് ബില്ലിനെതിരെ കോടതിയെ സമീപിച്ചത്. ലോക്സഭയിലെ കോൺഗ്രസ് വിപ്പാണ് മുഹമ്മദ് ജാവേദ്. ബില്ലിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന ഹർജി ഭേദഗതികൾ വിവേചനപരമാണെന്ന് വാദിക്കുന്നു. ബിൽ മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നുവെന്നും ഹർജിയിൽ കുറ്റപ്പെടുത്തുന്നു. ഇതേ വിഷയം ഉന്നയിച്ച് അസദുദ്ദീൻ ഒവൈസിയും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പാർലമെന്റ് പാസാക്കിയ ബിൽ രാഷ്ട്രപതിയുടെ അനുമതി കാത്തിരിക്കവെയാണ് കോൺഗ്രസ് MP കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതേസമയം വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ തമിഴ്നാട് സർക്കാർ നിയമോപദേശം തേടി. തമിഴ്നാട് നിയമസഭയിലെ BJP ഇതര അംഗങ്ങൾ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സർക്കാർ കൊണ്ടുവന്ന പ്രമേയത്തിനെ പിന്തുണച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാർ തന്നെ നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ആലോചിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. പുതിയ വഖഫ് നിയമത്തിനെതിരെ മുസ്ലിം ലീഗ് നിയമ നടപടി സ്വീകരിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. സുപ്രീം കോടതിയെ സമീപിക്കും. കൂടാതെ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പ്രതിപക്ഷ നിരയിലെ ഐക്യം തകർക്കാനുള്ള തൽപര കക്ഷികളുടെ ശ്രമമാണ് പ്രിയങ്ക ഗാന്ധിയെ വിവാദത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പിന്നിലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. പാർലമെന്റിന്റെ ഇരുസഭകളിലും വഖഫ് ഭേദഗതി ബിൽ പാസ്സായതോടെ മുനമ്പത്ത് പുതിയ രാഷ്ട്രീയ ചലനങ്ങൾ. സമരരംഗത്തുള്ള 50 പേർ BJP അംഗത്വം സ്വീകരിച്ചു. മുനമ്പത്തെ അവഗണിച്ച ജനപ്രതിനിധികൾക്കുള്ള മറുപടിയാണ് വഖഫ് ഭേദഗതി ബില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJPക്ക് അവസരം നൽകിയതിന് അദ്ദേഹം മുനമ്പ് നിവാസികളോട് നന്ദി അറിയിച്ചു. 174 ദിനങ്ങൾ പിന്നിടുന്ന ഭൂസമരത്തിന് ആദ്യം മുതലേ പിന്തുണ നൽകിയ BJPക്കൊപ്പമാണ് തങ്ങളെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുനമ്പൻ ജനത. ഗംഭീരമായ വരവേൽപ്പാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് മുനമ്പത്തുകാർ നൽകിയത്. 50 പേർ BJP അംഗത്വം സ്വീകരിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ BJPയിലേക്ക് എത്തുമെന്നാണ് സൂചന. മുനമ്പത്തെ അവഗണിച്ച ജനപ്രതിനിധികൾക്കുള്ള മറുപടിയാണ് വഖഫ് ഭേദഗതി ബില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJPക്ക് അവസരം നൽകിയതിന് അദ്ദേഹം നന്ദി അറിയിച്ചു. ഞങ്ങൾ ഇനിയും കൂടെ ഉണ്ടാവും. ഇത് റവന്യൂ അവകാശം കിട്ടണവരെ ഞങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാവും. അത് ഉണ്ടാക്കി തരും. തുഷാർ വെള്ളാപ്പള്ളി, ഷോൺ ജോർജ് അടക്കമുള്ളവർ മുനമ്പം സമരപന്തലിൽ എത്തി പിന്തുണ അറിയിച്ചു. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതുവരെ ഒപ്പമുണ്ടാകുമെന്നും നേതാക്കൾ പറഞ്ഞു. നിയമസഭ പാസാക്കിയ വഖഫ് ഭേദഗതി വിരുദ്ധ സംയുക്ത പ്രമേയം പ്രതീകാത്മകമായി മുനമ്പത്തുകാർ കടലിൽ കെട്ടി താഴ്ത്തി. പ്രതിപക്ഷ MPമാരുടെ നിലപാട് മുനമ്പത്ത് പുതിയ രാഷ്ട്രീയ ചലനങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. കൂടുതൽ ആർജവത്തോടെ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. അമൃത ന്യൂസ്, കൊച്ചി. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ എതിർത്ത ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നുണകൾ മാത്രം നിറഞ്ഞതായിരുന്നു പ്രതിപക്ഷ MPമാരുടെ പ്രസംഗം. പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് ബില്ല് ഗുണമാകുമെന്നും ചന്ദ്രശേഖർ പറഞ്ഞു. അതേസമയം ഗോകുലം ഗോപാലിനെതിരായ ED നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം അദ്ദേഹം നിഷേധിച്ചു.
മുനമ്പം വിഷയത്തിൽ ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മുൻകാല പ്രാബല്യമുണ്ടോ എന്ന ചോദ്യത്തിന് ബാക്കി നോക്കിക്കൊള്ളാമെന്ന് മറുപടി. മുസ്ലിങ്ങൾക്ക് ബില്ല് കുഴപ്പമാണെന്ന ദുഷ്പ്രചാരണം നടത്തുകയാണെന്നും മാറിയ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് മാറ്റമുണ്ടാകുമെന്ന് കാണാമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. വിവാദമായ വഖഫ് ഭേദഗതി ബിൽ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്ന കോൺഗ്രസ് എംപിമാരായ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും രൂക്ഷമായി വിമർശിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം. പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എത്താതിരുന്നത് കളങ്കമായെന്ന വിമർശനം. പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് ബില്ലിൽ സംസാരിച്ചില്ലെന്ന ചോദ്യവും ഉന്നയിക്കുന്നുണ്ട്. ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ മൗനം പാലിച്ചതിനെ തുടർന്നാണ് സംസ്ഥ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയത്. വയനാട് MP പ്രിയങ്ക ഗാന്ധി വിപ്പ് ലംഘിച്ച് പാർലമെന്റിൽ എത്തിയില്ലെന്നത് കളങ്കമായെന്നാണ് വിമർശനം. മുസ്ലിങ്ങളുടെ ഭരണഘടനാവകാശങ്ങൾ BJP ബുൾഡോസർ ചെയ്യുമ്പോൾ പ്രിയങ്ക ഗാന്ധി എവിടെയായിരുന്നുവെന്ന ചോദ്യം എക്കാലത്തും മായാതെ നിൽക്കുമെന്നും സമസ്ത മുഖപ്രസംഗത്തിൽ എടുത്തു പറയുന്നുണ്ട്. രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്ന ബില്ലിൽ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് സംസാരിച്ചില്ലെന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് സമസ്ത മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഇനിയുള്ള നിയമരാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടാകുമെന്ന ഉറ്റുനോട്ടത്തിലാണ് ഭാവി ഇന്ത്യയെന്ന് സുപ്രഭാതത്തിൽ പറയുന്നു. അതേസമയം KC വേണുഗോപാലും ET മുഹമ്മദ് ബഷീറും NK പ്രേമചന്ദ്രനും K രാധാകൃഷ്ണനുമെല്ലാം ബില്ലിലെ ഒളിയ അജണ്ടകൾ പുറത്തെടുത്തിട്ട് സർക്കാരിനെ കടിച്ചുകുടഞ്ഞെന്ന് മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. വഖഫ് ബില്ലിൽ പ്രതിപക്ഷത്തിന് കൃത്യമായ നിലപാടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരു മതവിശ്വാസത്തെയും മതാചാരങ്ങളെയും അധികാരം ഉപയോഗിച്ച് ഇല്ലാതാക്കാൻ കോൺഗ്രസ് അനുവദിക്കില്ലെന്നും VD സതീശൻ പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ കസ്റ്റംസ് നികുതിയെ തുടർന്ന് അത് സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് കുവൈറ്റിൽ ചർച്ചകൾ തുടങ്ങി. നികുതി നയത്തിന്റെ ഭാഗമായി കുവൈറ്റ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് 10% കസ്റ്റംസ് നികുതിയാണ് US ഏർപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയുമായി തുറന്ന വിപണി നയം പിന്തുടരുകയും കുറഞ്ഞ കസ്റ്റംസ് നികുതി പ്രയോഗിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് കുവൈറ്റ്. അമേരിക്കയുടെ പുതിയ നികുതി നയപ്രകാരം കുവൈറ്റിന് മേൽ 10% നികുതിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഏറ്റവും കുറഞ്ഞ നിരക്കായതിനാൽ കുവൈറ്റിന് മേൽ ഇതിന്റെ നേരിട്ടുള്ള ആഘാതം ബാധിക്കില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എങ്കിലും ഇതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച് ആശങ്കകൾ നിലനിൽക്കുകയാണ്. കുവൈറ്റ് കറൻസിയുടെ മൂല്യം ഡോളറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാലാണ് ഇത്. അമേരിക്കയുടെ പുതിയ പകരം തീരുവ നയം കുവൈറ്റിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ചെലവ് വർദ്ധിക്കാൻ കാരണമാകും. ഇതിനു പുറമെ കുവൈറ്റിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനും പുതിയ നികുതി നയം കാരണമാകും. കുവൈറ്റിൽ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള പ്രദേശം സാൽമിയ എന്ന് സ്ഥിതിവിവര കണക്കുകൾ. ഫർവാനിയയും ജലീബ് അൽ ഷുയൂ പ്രദേശങ്ങളുമാണ് ജനസാന്ദ്രതയുടെ കാര്യത്തിൽ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങളിൽ ഉള്ളത്. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷന്റെ ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകളിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. ഹവല്ലി, മഹ്ബൂല എന്നിവിടങ്ങളിലാണ് 4ഉം 5ഉം സ്ഥാനങ്ങൾ ഉള്ളത്. രാജ്യത്തെ മൊത്തം ജനസംഖ്യയിൽ സ്വദേശികളുടെ എണ്ണം 31%. പ്രവാസികളിൽ ഇന്ത്യൻ സമൂഹമാണ് കുവൈറ്റിൽ ഏറ്റവും അധികമുള്ളത്. രാജ്യത്തെ മൊത്തം ജനസംഖ്യയിൽ 20% ഇന്ത്യക്കാരാണ്. പ്രവാസികളിൽ 2ാം സ്ഥാനത്ത് ഈജിപ്തുകാരാണുള്ളത്. കുവൈറ്റിലെ ജനകീയ ആതുരാലയം എന്നറിയപ്പെടുന്ന മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ഈദ് ആഘോഷം സംഘടിപ്പിച്ചു. മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ആതിഥേയത്വം വഹിച്ച മെട്രോയ്ക്കൊപ്പം ഈദ് എന്ന പരിപാടിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. ജീവനക്കാരുടെ മാതാപിതാക്കൾക്കുള്ള പെൻഷൻ പദ്ധതി മെട്രോ ഗ്രൂപ്പ് പ്രഖ്യാപിച്ചു. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടക്കുന്നത്. രാജ്യത്തെ സാമൂഹ്യ സംഘടനാ അംഗങ്ങൾ, കോർപ്പറേറ്റ് ഉടമകൾ, പൊതുജനങ്ങൾ എന്നിവരുൾപ്പെടെ സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി ഫഹദ് അൽ ഖലീഫ, ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് മേധാവി യൂസഫ് അൽ ഷമരി എന്നിവർ പ്രധാന അതിഥികളായിരുന്നു. ലോക പ്രശസ്ത മെന്റലിസ്റ്റ് അനന്തു, പ്രശസ്ത ഗായക കുടുംബം നിസാന്ത് അലിപ്പറമ്പൻ ഫാമിലി, നസീർ കൊല്ലം തുടങ്ങിയവരുടെ സംഗീത പരിപാടിയും ഇതിനു പുറമെ മെട്രോ ജീവനക്കാരുടെ കലാപരിപാടികളും മെട്രോയ്ക്കൊപ്പം ഈദ് എന്ന പരിപാടിക്ക് മാറ്റുകൂട്ടി. 6 ഭാഗ്യശാലികളെ കൂപ്പൺ ഡ്രോയിലൂടെ തിരഞ്ഞെടുത്ത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനിച്ചു. മെട്രോ ജീവനക്കാരുടെ മാതാപിതാക്കൾക്കുള്ള പെൻഷൻ പദ്ധതി മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആൻഡ് CEO മുസ്തഫ ഹംസ പ്രഖ്യാപിച്ചു. ആദ്യമായാണ് ഒരു സ്വകാര്യ സ്ഥാപനം ഇത്തരത്തിലുള്ള ഒരു പെൻഷൻ പ്രഖ്യാപനം നടത്തുന്നത്. ജീവനക്കാരുടെ കുടുംബങ്ങളുടെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പായി ഈ പ്രഖ്യാപനം പ്രശംസിക്കപ്പെട്ടു. മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ജീവനക്കാർക്ക് നമ്മൾ പലവിധ വെൽഫെയർ സ്കീമുകൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരു തുടക്കം
പരിശുദ്ധ റമദാൻ മാസത്തിൽ ആരംഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 1000-ഓളം ആളുകൾ ഉള്ള ജീവനക്കാരുള്ള മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ ഓരോ അംഗങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്ക് 10,000 രൂപ നമ്മൾ സമ്മാനമായിട്ട് നൽകി. അതുകൂടാതെ അടുത്ത മാസം മുതൽ അതേ മാതാപിതാക്കൾക്ക് നമ്മളൊരു ഫാമിലി പെൻഷൻ എന്നുള്ള രീതിയിലേക്ക് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ്. അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. സൗദി അറേബ്യയിലെ ജുബൈലിന് സമീപം ഭൂകമ്പമുണ്ടായതായി ജർമ്മൻ റിസർച്ച് സെന്റർ ഫോർ ജിയോ സയൻസസ് റിപ്പോർട്ട്. ജുബൈലിൽ നിന്ന് 41 കിലോമീറ്റർ വടക്ക് കിഴക്കായി സമുദ്രത്തിലാണ് റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് പുലർച്ചെ 2:39 ഭൂകമ്പം സംഭവിച്ചത്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ഉപരിതലത്തിൽ നിന്ന് 10 കിലോമീറ്റർ അടിയിലാണ്. ഭൂകമ്പം നാശം വിതയ്ക്കാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ജിദ്ദ സെൻട്രൽ KMCC സംസ്കൃതിയുടെ പെരുന്നാൾ പെരുമ എന്ന പേരിൽ ഈദ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അബൂബക്കർ അരിമ്പ്ര പരിപാടി ഉദ്ഘാടനം ചെയ്തു. VP മുസ്തഫ, അബ്ദുൾ റഹ്മാൻ വെള്ളിമാടുകുന്ന്, റസാഖ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്കൃതി ചെയർമാൻ CD കൊളക്കാടൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ മുസാഫിർ, നാസർ വെളിയങ്കോട്, ഹസൻ ചെറൂപ്പ, അബ്ദുള്ള മുക്കണ്ണി തുടങ്ങിയവർ ഓർമ്മയിലെ പെരുന്നാൾ എന്ന പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ജിദ്ദയിലെ കലാകാരന്മാർ അവതരിപ്പിച്ച വിരുന്നും മക്ക ഐം സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വോവോഡ്ജ് കലാപരിപാടികളും ചെറിയ പെരുന്നാൾ ആഘോഷത്തിന് കൊഴുപ്പേകി. നാസർ മമ്പുറം, അബ്ദുള്ള ഹിറ്റാച്ചി എന്നിവർ നേതൃത്വം നൽകി. പ്രമുഖ വ്യവസായിയും എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ EDയുടെ വ്യാപക റെയ്ഡ്. ചെന്നൈ, കോഴിക്കോട് എന്നിവിടങ്ങളിലായി 5 ഇടങ്ങളിലാണ് പരിശോധന നടന്നത്. ഫമാ നിയമം ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരിശോധന. കോഴിക്കോട്ടെ ചോദ്യം ചെയ്യലിന് ശേഷം ചെന്നൈയിലെത്തിച്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്തു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന ആശാ വർക്കർമാരുമായുള്ള മന്ത്രിതല തുടർ ചർച്ചയ്ക്ക് വഴിയടഞ്ഞു. വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആശമാർ അറിയിച്ചെങ്കിലും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുവരെ ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. ട്രേഡ് യൂണിയനുകളുമായി ഒരുമിച്ചിനി ചർച്ച വേണ്ടെന്നാണ് ആശമാരുടെ നിലപാട്. അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് 16ാം ദിനത്തിലേക്ക് കടന്നു. ആരോഗ്യമന്ത്രിയുമായി 3ാം വട്ട ചർച്ച 2 ഘട്ടം പിന്നിട്ട് മുന്നോട്ട് പോയതോടെ സർക്കാരിനും ആശമാർക്കും പ്രതീക്ഷകൾ ഏറെയായിരുന്നു. എന്നാൽ കാര്യങ്ങൾ പഠിക്കാൻ സർക്കാർ മുന്നോട്ട് വെച്ച സമിതി നിർദ്ദേശം കാര്യങ്ങൾ കുഴപ്പത്തിലാക്കി. 3000 മുതൽ 5000 വരെ ആദ്യഘട്ടത്തിലും പിന്നീട് ഘട്ടം ഘട്ടമായി ഓണറേറിയം വർദ്ധിപ്പിച്ചാൽ മതിയെന്ന ഫോർമുല സമരസമിതിയും മുന്നോട്ട് വെച്ചെങ്കിലും ടേംസ് ഓഫ് റെഫറൻസ് ചൂണ്ടിക്കാട്ടി സർക്കാർ തള്ളുകയായിരുന്നു. ഇതോടെയാണ് മന്ത്രിതല തുടർ ചർച്ചയ്ക്കുള്ള വഴിയടഞ്ഞത്. നിലവിൽ 3ാം വട്ട ചർച്ചയ്ക്ക് ശേഷം ആശമാർ കൂടിയാലോചന നടത്തി വീണ്ടും ചർച്ചയാക്കാമെന്ന് NHM പ്രതിനിധികൾ വഴി സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന ഒരറിയിപ്പും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമരസമിതിക്ക് ഇതുവരെ കൈമാറിയിട്ടില്ല. ഇതുവരെ അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ലഭിച്ചാൽ പോകും ഞങ്ങൾ. ട്രേഡ് യൂണിയൻ നേതാക്കളുമായി ചേർന്ന് ഇനിയുള്ള ചർച്ചകൾക്ക് പ്രസക്തിയില്ല. സമരം ചെയ്യുന്ന ആശമാരെ മാത്രമായി സർക്കാർ കേൾക്കണമെന്നാണ് ഇവരുടെ നിലപാട്. നമ്മുടെ അഭിപ്രായം നമ്മൾ ഒരു ചർച്ചയ്ക്ക് വിളിക്കണം. സമരം ചെയ്യുന്ന നമ്മളല്ലേ. അവര് ബാക്കിയുള്ളവർ വരുമ്പോൾ ബാക്കി എല്ലാ വിഷയങ്ങളും കൂടി ഇട്ടിട്ട് ഈ വിഷയം അത് കോർണർ അല്ലെങ്കിൽ അത് അതിന്റെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് വരുന്നില്ല. അപ്പൊ സമരം ചെയ്യുന്ന സംഘടനകളോടാണല്ലോ ചർച്ച ചെയ്യേണ്ടത്. അനിശ്ചിതകാല നിരാഹാര സമരം 16ാം ദിനത്തിൽ നിൽക്കവേ നിരാഹാരം തുടരുന്ന ആശമാരുടെ ആരോഗ്യസ്ഥിതി സർക്കാർ ഡോക്ടർമാർ സമരപ്പന്തലിലെത്തി പരിശോധിച്ചു. കോട്ടയം, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിലെ ആശമാരായ ജിതിക, തത്ത ഗോപിനാഥ്, താര എന്നിവരാണ് നിരാഹാരമിരിക്കുന്നത്. അതേസമയം സമരം അനിശ്ചിതമായി നീളുന്നതിൽ ആശമാർക്കിടയിൽ തന്നെ അതൃപ്തി ഉയരുന്നുമുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഷുവിന് മുന്നോടിയായി ഒരു ഗഡു സാമൂഹ്യക്ഷേമ പെൻഷൻ കൂടി സർക്കാർ അനുവദിച്ചു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തെ പെൻഷനാണ് വിഷുവിന് മുമ്പ് വിതരണം ചെയ്യുക. ഇതിനായി 820 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുക. അടുത്തയാഴ്ച ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും. വിഷുവിന് മുമ്പ് മുഴുവൻ പേർക്കും പെൻഷൻ ലഭിക്കുമെന്ന് ഉറപ്പാക്കാൻ ധനമന്ത്രി നിർദ്ദേശം നൽകി. 26 ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. ചലച്ചിത്ര നടൻ രവികുമാർ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 70കളിലും 80കളിലും ബിഗ് സ്ക്രീനിലെ നിറസാന്നിധ്യമായിരുന്നു രവികുമാർ. സംസ്കാരം നാളെ നടക്കും.
70കളിലും 80കളിലും മലയാള സിനിമയിലെ നായക വില്ലൻ വേഷങ്ങളിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ നടനായിരുന്നു രവികുമാർ. 1967 ഇന്ദുലേഖ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലെ അരങ്ങേറ്റം. മധുവിനെ നായകനാക്കി M. കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത 1976 റിലീസ് ചെയ്ത അമ്മ എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലെ ശ്രദ്ധേയ മുഖമായി രവികുമാർ മാറിയത്. മലയാളത്തിലും തമിഴിലുമായി 150ലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ലിസ, അവളുടെ രാവുകൾ, അങ്ങാടി, സർപ്പം, തീക്കടൽ, അനുപല്ലവി തുടങ്ങിയവയാണ് പരമ്പരകളിലും നിറസാന്നിധ്യമായിരുന്നു രവികുമാർ. അമൃത ടിവിയിലെ ഓർമ്മയിൽ എന്നും പരിപാടിയിൽ അദ്ദേഹം അതിഥിയായി എത്തിയിരുന്നു. അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് ആണെന്നോ ഒരു സ്റ്റാർ ആണെന്നോ, അദ്ദേഹത്തിന്റെ വഴിയിലൊരു സ്റ്റാർ ആയിരുന്നു. വില്ലൻ എന്ന് പറഞ്ഞ കഥാപാത്രങ്ങളും അച്ഛൻ കഥാപാത്രങ്ങളും ക്യാരക്ടർ റോൾസ് ചെയ്തുകൊണ്ട് ആ കാലത്ത് ചെയ്തിട്ടുണ്ട്. ഒന്നില്ലാതെ സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം എപ്പോഴും പെരുമാറുന്നതും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നത്. ഒരു കാലഘട്ടത്തിന്റെ പ്രണയമുഖമാണ് യവനികയ്ക്കുള്ളിൽ മറഞ്ഞതെന്ന് ഗായകനും നടനും അമൃത TV എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുമായ TN കൃഷ്ണചന്ദ്രൻ അനുസ്മരിച്ചു. അന്നത്തെ മനോഹരമായ പാട്ടുകളൊക്കെ പാടി അഭിനയിച്ചിട്ടുള്ളത് രവിയേട്ടനാണ്. ദാസേട്ടൻ്റെ ശബ്ദത്തിൽ കൂടെ വന്ന മനോഹരമായ പാട്ടുകൾ, ഇപ്പോൾ എൻ സ്വരം എന്നുള്ള പാട്ട്, പിന്നെ സന്ധ്യതൻ അമ്പലത്തിൽ, അങ്ങനെ IV ശശിയുടെ പടങ്ങളിലെ ഇഷ്ടം പോലെ നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്യുകയുണ്ടായി. പിന്നെ തമിഴിലും അതെ, K. ബാലചന്ദ്രൻ്റെ ഡയറക്ഷനിൽ രജനീകാന്തും കമലഹാസനും രവികുമാറും ഈക്വൽ ക്യാരക്ടേഴ്സ് ചെയ്ത ഒരു സിനിമയായിരുന്നു അവർകൾ എന്നുള്ള സിനിമ. അതിൽ അദ്ദേഹം SPBയുടെ മനോഹരമായ ഗാനങ്ങൾ ഇദ്ദേഹം പാടി അഭിനയിക്കുന്നുണ്ട്. അതിൽ മലയാള ചലച്ചിത്ര നിർമ്മാതാവ് KM K. മേനോന്റെയും നടി ഭാരതി മേനോന്റെയും മകനായി തിരുവനന്തപുരത്താണ് രവികുമാർ ജനിച്ചത്. CBI 5 ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രം. ന്യൂസ് ഡെസ്ക് അമൃത TV. സിനിമാ താരം ഷീല വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം ശ്രദ്ധേയമാകുന്നു. ചാരിറ്റി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചിത്രപ്രദർശനം കാണാനും ഇഷ്ടപ്പെട്ടത് സ്വന്തമാക്കാനും നിരവധി പേരാണ് കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ എത്തുന്നത്. ഷീല സ്റ്റാർ ആർട്ട് സർപ്രൈസ് എന്ന പേരിലാണ് പ്രദർശനം. ചെറുപ്പകാലം മുതൽ ചിത്രം വരയ്ക്കാൻ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ എല്ലാ കഴിവും താല്പര്യവും അർപ്പണബോധവും പ്രകടമാകുന്നതാണ് ചിത്രങ്ങൾ. സ്വന്തം കഥാപാത്രങ്ങൾ പലതും ജീവൻ തുടിക്കുന്നത് പോലെ ഷീല കടലാസുകളിലേക്ക് പകർത്തിയിട്ടുണ്ട്. പ്രിയ നടി വരച്ച ചിത്രങ്ങൾ ആരാധകർക്ക് കൗതുകമാവുകയാണ്. അക്രിലിക്കിലും എണ്ണച്ചായങ്ങളിലുമായി ഷീല വരച്ച 130ലേറെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയതാണ് പ്രദർശനം. ചിത്രങ്ങൾ വിറ്റുകിട്ടുന്ന തുക ക്യാൻസർ രോഗികൾക്കായി നൽകുമെന്ന് ഷീല പറഞ്ഞു. ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയാണ്, ചാരിറ്റിക്ക് വേണ്ടിയാണ് ഈ ചിത്ര പ്രദർശനം നടത്തുന്നത്. ആദ്യം ഞാൻ നടത്തിയത് പ്രളയത്തിന് വേണ്ടിയായിരുന്നു. ഒരു 2018 നമ്മുടെ കേരളത്തിൽ വലിയൊരു ഫ്ലഡ് ഉണ്ടായില്ലേ, അതിനു വേണ്ടി നടത്തിയതാണ്. ഇപ്പോൾ ഈ ചാരിറ്റിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നടി വരച്ച ചിത്രങ്ങളുടെ 3ാമത്തെ പ്രദർശനമാണിത്. ഇതെൻ്റെ 3ാമത്തെ എക്സിബിഷനാണ്. ആദ്യം വന്ന് എറണാകുളത്തിൽ ഈ മെറിഡിയൻ ഹോട്ടലിൽ വെച്ച് ഒരെണ്ണം ചെയ്തു, പിന്നെ വന്ന് US ഒരെണ്ണം, ഇപ്പോൾ വന്ന് ഇവിടെ ലളിതകലാ അക്കാദമിയിൽ വെച്ച് ഒരെണ്ണം ചെയ്യുന്നു. കോമു സൺസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ച ചിത്രപ്രദർശനം കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രദർശനം ഈ മാസം 17 വരെ നീളും. 11 മണി മുതൽ 7 മണി വരെയാണ് പ്രദർശന സമയം. അമൃത ന്യൂസ്, കോഴിക്കോട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമ്മാന തുകയുള്ള മത്സരമായ ദുബായ് വേൾഡ് കപ്പ് കുതിരയോട്ടം ഏപ്രിൽ 5 നടക്കും. ദുബായ് മൈതാനിലാണ് മത്സരങ്ങൾ നടക്കുക. $3.5 കോടി സമ്മാനത്തുക. കുതിരയോട്ടത്തിൽ വമ്പന്മാരായ 15 രാജ്യങ്ങളിൽ നിന്നുള്ള കുതിരകൾ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും. 80,000-ലധികം കാണികൾ മത്സരം വീക്ഷിക്കാനെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുബായ് വേൾഡ് കപ്പിന്റെ പശ്ചാത്തലത്തിൽ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയവരുടെ പാസ്പോർട്ടിൽ പ്രത്യേക സ്റ്റാമ്പ് പതിച്ച് സ്വീകരിച്ചു. ഏപ്രിൽ 3 മുതൽ 9 വരെ ദുബായിലെത്തുന്ന യാത്രക്കാരുടെ പാസ്പോർട്ടിൽ സ്മരണിക സ്റ്റാമ്പ് പതിക്കുമെന്ന് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് അറിയിച്ചു.
MS ധോണി ചെന്നൈ സൂപ്പർ കിങ്സിനെ വീണ്ടും നയിക്കാൻ സാധ്യത. നിലവിലെ ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന് പരിക്കേറ്റ സാഹചര്യത്തിലാണ് ധോണി ടീമിനെ നയിക്കാൻ വീണ്ടും എത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ശനിയാഴ്ച ചെന്നൈയിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിലാകും ധോണി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തുക. രാജസ്ഥാൻ റോയൽസിനെതിരായ അവസാന മത്സരത്തിനിടെ തുഷാർ ദേശ്പാണ്ഡെയുടെ പന്ത് തട്ടിയാണ് ഋതുരാജിന്റെ വലത് കൈത്തണ്ടയിൽ പരിക്കേറ്റത്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക.